കേരളത്തിൽ 2 ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിൽ വലിയ ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വയനാട് മുണ്ടക്കയിൽ ഇന്ന് വെളുപ്പിനുണ്ടായ ശക്തമായിട്ടുള്ള ഉരുൾപൊട്ടലിൽ നിരവധി ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ഇന്ന് രാവിലെ ചൂരൽമലയിലും അട്ടമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിലും നിരവധി വീടുകൾ ഒലിച്ചു പോവുകയും അവിടെ നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് മഴവെള്ളപ്പാച്ചിലിനിടെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. വയനാട്ടിലുള്ള വിവിധ റിസോർട്ടുകളിലും അതേപോലെ തന്നെ ഹോം സ്റ്റേകളിലുമൊക്കെ വിവിധ വലിയ വീടുകളിലുമൊക്കെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. നിരവധി ഗ്രാമങ്ങൾ അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നു. കേന്ദ്രസേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുമൊക്കെ ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനങ്ങൾ അത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിയിട്ടില്ല. വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് വയനാട് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓരോ ഭാഗത്തും നിരവധി മൃതദേഹങ്ങൾ അവിടെ ഒഴുകിയെത്തുന്ന ഒരു ദുഷ്കരമായിട്ടുള്ള കാഴ്ച അതെല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നതായി മാറുകയാണ്. പലയിടങ്ങളിലും ആളുകൾ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നു. കൂടാതെ ചെളിയിൽ പൂണ്ട് തലയും കൈയുമൊക്കെ പുറത്തിട്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി യാചിക്കുന്ന ആളുകൾ മണിക്കൂറുകളോളം അവിടെ അങ്ങനെ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ആളുകൾ നിൽക്കുന്നതും അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെയും നമ്മുടെ രക്ഷാപ്രവർത്തകർ നിൽക്കുന്ന കാഴ്ചയും ഇന്ന് നമ്മൾ കാണുകയാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 50-ലധികം ആളുകൾ ഇപ്പോഴത്തെ ഇന്നത്തെ ഈ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. രക്ഷാപ്രവർത്തനം പെട്ടെന്ന് തന്നെ ഊർജിതമായില്ലെങ്കിൽ ഇനിയും മരണസംഖ്യ അവിടെ ഉയരുമെന്ന് തന്നെയാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. NDR സംഘവും അതേപോലെ തന്നെയുള്ള സന്നദ്ധ സംഘടനകളും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും കൂടുതൽ അത് ഓരോരുത്തരും അവിടെയൊക്കെ സഹായ മനസ്സരായിട്ടുള്ള ആളുകൾ എത്തിച്ചേരേണ്ടതുണ്ട്. അത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ഇനി വയനാട്ടിലേക്ക് എത്തിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്.